ഹായ്. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പൽ കമ്പോണൻസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഫോർമുലാസ് എല്ലാം പഠിച്ചു. ഇതിനകത്ത് നമ്മളൊരു ചെറിയ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനാലിസിസ് എക്സാമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡാറ്റാ സെറ്റാണ്. ഈ ഡാറ്റാ സെറ്റിനകത്ത് 2 ഫീച്ചറും 4 എക്സാമ്പിൾസും ഉള്ള ഒരു ഡാറ്റാ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫൈനലി നമുക്ക് കിട്ടേണ്ടത് എന്താണ്, വി വിൽ ഗെറ്റ് ഇതിൻ്റെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നു. കോവേരിയൻസ് മെട്രിക്സിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് കാണിക്കുന്നു. അതുകൂടാതെ ഫൈനലി ഈ ഐഗൺ വെക്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെ നോർമലൈസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. നോർമലൈസ് ചെയ്ത ഐഗൺ വെക്റ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഈ ഡാറ്റാ സെറ്റിനെ ഡയമെൻഷനാലിറ്റി കുറയ്ക്കും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 ഫീച്ചേഴ്സ് ഉള്ള ഡാറ്റാ സെറ്റിനെ ഒറ്റ ഫീച്ചറുള്ള ഡാറ്റാ സെറ്റായിട്ട് കുറയ്ക്കുന്നു. സോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാ സെറ്റ് ഒരു ദിവസം 2/4 ഡാറ്റാ സെറ്റിനെ നമ്മളൊരു 1/4 ഡാറ്റാ സെറ്റായിട്ട് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ സാമ്പിൾ ഡാറ്റാ സെറ്റ്. ഈ സാമ്പിൾ ഡാറ്റാ സെറ്റിന് നമ്മളിതിനെ സ്കാറ്റർ പ്ലോട്ട് ചെയ്യും. സ്കാറ്റർ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര ഡാറ്റാ പോയിൻറ്റ്സ് ഉണ്ട്? 1, 2, 3, 4 ഡാറ്റാ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ സ്കാറ്റർ 4 ഡാറ്റാ പോയിൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? ഇതിനകത്ത് ഒരു ഡാറ്റാ പോയിൻ്റ് എക്സ് ആക്സിസിലും രണ്ടാമത്തെ ഫീച്ചർ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 ഡാറ്റാ പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ, യു ക്യാൻ സീ 4 ഡാറ്റാ പോയിൻറ്റ്സ്. അപ്പോൾ ഈ 4 ഡാറ്റാ പോയിൻറ്റ്സ് ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പ്രെഡ് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ഡാറ്റാ പോയിൻറ്റ്സിൻ്റെ മീൻ ഏതാണ്? x1ഉം x2. x1 ബാർ എങ്ങനെ കിട്ടും? x1 ബാർ ഈസ് ഈക്വൽ ടു 4 ഡാറ്റാ പോയിൻറ്റ്സ് 1/4 ഇൻറ്റു 4 + 8 + 13 + 7. നോക്കിയോ, 4 + 8 + 13 + 7 ഡിവൈഡഡ് ബൈ 4 എന്നാണ് ഫസ്റ്റ് ഫീച്ചറിൻ്റെ മീൻ. സെക്കൻഡ് ഫീച്ചറിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 11 + 4 + 5 + 14 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇതിനെ നമ്മൾ x1 ബാർ എന്നും x2 ബാർ എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈ നടുക്കത്തെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 ബാറും x2 ബാറും. അപ്പോൾ ഞാൻ നേരത്തെ കോൺസെപ്റ്റിൽ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ കമ്പോണൻ്റ് അനുസരിച്ച് ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻ്റ് എന്താണ്? ഇതിനകത്ത് മാക്സിമം സ്പ്രെഡ് എവിടെയാണ് വന്നിരിക്കുന്നത്? ഡാറ്റ സ്പ്രെഡ് വന്നിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ് സ്പ്രെഡ് വന്നിരിക്കുന്നത് അല്ലേ? ഡാറ്റാ പോയിൻറ്റ്സ് വെച്ചാൽ മാക്സിമം സ്പ്രെഡ് വന്നിരിക്കുന്നത് ഈ സെൻറ്ററോ ഈ ഇതിൽ കൂടെ പോകുന്ന ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു ലൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇതിൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ഇതിനകത്ത് എത്ര ഐഗൺ വെക്റ്റേഴ്സ് കിട്ടും? ഇത് 2 ഫീച്ചറുള്ള ഡാറ്റാ സെറ്റ് ആയതുകൊണ്ട് 2 ഐഗൺ വെക്റ്റേഴ്സ് എടുക്കും. അതിലെ മാക്സിമം വാല്യൂ ഉള്ള ഒരു ഐഗൺ വെക്റ്റർ മാക്സിമം വാല്യൂ ഉള്ള ഐഗൺ വാല്യൂ എടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കും. ഐഗൺ വെക്റ്റർ കണ്ടുപിടിച്ചിട്ട് അതിനെ നോർമലൈസ് ചെയ്യും. നോർമലൈസ് ചെയ്തിട്ട് പുതിയ ഡാറ്റാ സെറ്റ് ഡിറൈവ് ചെയ്യും. ഇതാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മീഡിയൻ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മളിതിൻ്റെ കോവേരിയൻസ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നു. കോവേരിയൻസ് മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കും? x1 x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 നോക്കിക്കോ. എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 4 എക്സാമ്പിൾസ് ഉണ്ട്. 1/n-1 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. x1 x2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഫീച്ചർ തമ്മിലുള്ള കോവേരിയൻസ്. അപ്പോൾ നമ്മൾ എന്താണ്? 4 - x1 ബാർ. 4 - x1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? x1 ബാർ 8 ആണ് നേരത്തെ കിട്ടിയിരിക്കുന്നത്. 4 - x1 ബാർ ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് രണ്ടാമത്തെ വാല്യൂ എന്താണ്? 8 - 8 ദി ഹോൾ സ്ക്വയർ. 8 എങ്ങനെ കിട്ടി? ദിസ് ഈസ് 8 - 8 ദി ഹോൾ സ്ക്വയർ. ദിസ് ഈസ് കോവേരിയൻസ് മെട്രിക്സ് ഓഫ് 1 1 ആണ് കേട്ടോ. 1 2 അല്ല. ദിസ് ഈസ് 1 1. ദിസ് ഈസ് രണ്ടാമത്തതാണ് 1 2. അത് ഞാനൊന്ന് അത് ചേഞ്ച് ചെയ്ത് കാണിക്കാം. ദിസ് ഈസ് ദ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് 1 1. അപ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ആക്ച്വലി ഇറ്റ് ഈസ് ദ വേരിയൻസ്. സോ ഇറ്റ് ഈസ് xik - x1 ദ ഹോൾ സ്ക്വയർഡ്. സോ 8 - 8 ദ ഹോൾ സ്ക്വയർഡ്. 13 - 8 ദി ഹോൾ. 8 എന്ന് പറഞ്ഞാൽ മീനാണ്. 13 - 8 the whole squared plus 7 - 8 the whole squared divided by 3 which is equal to 14. So
x11ൻ്റെ വാല്യൂ എന്താണ്? സോ ഇറ്റ്സ് 2/2 മെട്രിക്സ്. x11ൻ്റെ വാല്യൂ 14 ആയിട്ട് നമുക്ക് കിട്ടി. സിമിലർലി x12ൻ്റെ വാല്യൂ എന്താണ്? x12 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫീച്ചേഴ്സിൻ്റെ ഇതാണ് x1k മൈനസ് x1 ബാർ ഇൻറ്റു x2k മൈനസ് x2 ബാർ എന്ന് നമുക്ക് നോക്കാം. x1k എന്ന് പറഞ്ഞാൽ x14 മൈനസ് x1 ബാർ. x1 ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 8. 4 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 8. 4 മൈനസ് 8 എന്ന് പറഞ്ഞാൽ -4. -4 മൾട്ടിപ്ലൈഡ് ബൈ രണ്ടാമത്തെ കേസ് എന്താണ്? 11 മൈനസ് ഇതിൻ്റെ x2 ബാർ എന്താണ്? x2 ബാർ എന്ന് പറയുന്നത് 8.5 ആണ്. അപ്പോൾ 11 മൈനസ് 8.5 ഇൻറ്റു 11 മൈനസ് 8.5 പ്ലസ് രണ്ടാമത്തത് 8 മൈനസ് 8 ഇൻറ്റു 4 മൈനസ് ഇത്. അപ്പോൾ 5 മൈനസ് 8 മൈനസ് 8 ഇൻറ്റു 4 മൈനസ് 8.5 പ്ലസ് 13 മൈനസ് 8 ഇൻറ്റു 5 മൈനസ് 8.5. അപ്പോൾ നമ്മൾ കോവേരിയൻസ് മെട്രിക്സ് ഓഫ് 1, 2 എന്ന് പറയുന്നത് എന്ത് കിട്ടി? We will get a value -11, and I'm just writing -11. Similarly, നമുക്ക് ഇതേ ഫോമിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? നമ്മൾ അടുത്ത രണ്ട് കോവേരിയൻസ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, -11 and 23. So we will get -11 which is 2, 1 and this is 23. This is 2, 2. This is 23. ഇത്രയുമാണ് കോവേരിയൻസ് മെട്രിക്സ് കിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഐഗൺ വാല്യൂസ് ഓഫ് ദ കോവേരിയൻസ് മെട്രിക്സ്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റർമിനൻ്റ് ഓഫ് എസ് മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 14 -11 -11 23. 14 മൈനസ് ലാംഡ -11 മൈനസ് ലാംഡ -11 23 മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ 14 മൈനസ് ലാംഡ ഇൻറ്റു 23 മൈനസ് ലാംഡ -11 ഇൻറ്റു -11. സോ വി വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2. ഇപ്പോൾ രണ്ട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കൊരു 2 ഡിഗ്രി ഉള്ള ഫീച്ചേഴ്സ് കിട്ടും. സോ നമുക്ക് ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി 2 റൂട്ട്സ് ആൻഡ് ദീസ് 2 റൂട്ട്സ് ആർ, ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 30.3849ഉം 6.6151 ആണ്. ഇതിൽ ലാർജസ്റ്റ് ഐഗൺ വാല്യൂ ഏതാണ്? 13.3849. രണ്ടാമത്തത് സ്മോളസ്റ്റ് ഐഗൺ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്മോളസ്റ്റ് ഐഗൺ വാല്യൂ ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. കമ്പ്യൂട്ടേഷൻ ഓഫ് ഐഗൺ വെക്ടേഴ്സ്. അപ്പോൾ എസ് മൈനസ് ലാംഡ 1 ഇൻറ്റു u1 u2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് വെച്ചു ലാംഡ 1 ഐ എടുത്തു, u1 u2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 0. സോ എന്ത് പറ്റും? ഈ രണ്ട് വെക്ടറും u1ഉം u2ഉം 0 ആണ്. അപ്പോൾ 14 മൈനസ് ലാംഡ 1 ഇൻറ്റു u1 -11 ഇൻറ്റു u2 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, -11 ഇൻറ്റു u1 പ്ലസ് 23 മൈനസ് ലാംഡ 1 ഇൻറ്റു u2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് യു വിൽ ഗെറ്റ് u1ഉം u2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. u1 by 11 is equal to u2 minus, so u1 is equal to 11t, u2 is equal to 14 minus lambda 1 into t. So where t is any real number, taking t is equal to 1, we get an eigenvector corresponding to lambda as u1 is equal to 11 14 minus lambda 1. Lambda 1 ന്റെ വാല്യൂ കിട്ടി. So 11ഉം 14 minus lambda 1 ആണ് u1. To find the unit eigenvector നമ്മൾ എന്ത് ചെയ്യുന്നു? We calculate, we compute the length x1 which is given as x1 of the vector എന്ന് പറഞ്ഞാൽ 11 square plus 14 minus lambda 1 the whole square. lambda 1ന്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. So we will get 19.7348 is the length of the vector. ഇനി ലെങ്ത് കൊണ്ട് ഈ യൂണിറ്റ് വെക്ടറിലെ ഓരോ എലിമെൻറ്റിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ you will get a unit vector. So first 11 by modulus length of u1, 14 minus lambda 1 divided by 11 by 19.7348
19.7348 ആണ് ഇതിൻ്റെ ലെങ്ത്. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു. 14 minus 30.3849 is the 13.3849 is the eigenvalue divided by 19.738. അപ്പോൾ സോ വി വിൽ ഗെറ്റ് എ യൂണിറ്റ് ഐഗൺ വെക്ടർ. ഇതാണ് യൂണിറ്റ് ഐഗൺ വെക്ടർ. ഇനി by carrying out a similar computation, the unit eigenvector E2 corresponding to eigenvalue lambda 2 can be shown as ഇതാണ് രണ്ടാമത്താണ് E2. അപ്പോൾ E2 നമ്മൾ ഇഗ്നോർ ചെയ്യും. കാര്യം എന്താണ്? ഐഗൺ വാല്യൂ കൂടുതലുള്ള ഐഗൺ വെക്ടർ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ രണ്ട് പ്രിൻസിപ്പൽ കമ്പോണൻസ് ഉണ്ടാവും. ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റും സെക്കൻഡ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റും. ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് ഡയറക്ഷൻ കണ്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ആ ഡയറക്ഷൻ ഓഫ് ദ സ്പ്രെഡ് കാണിച്ചു. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് വരുന്നത്. അതെങ്ങനെ? കമ്പ്യൂട്ടേഷൻ ഓഫ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്, ഇതിൻ്റെ ഐഗൺ വെക്ടറിൻ്റെ ആദ്യമേ ഇതിൻ്റെ മെട്രിക്സിൻ്റെ ഇത് കണ്ടുപിടിക്കുന്നു. -i(x1) ബാർ കണ്ടുപിടിച്ചു. അതിനെ നമ്മൾ ഐഗൺ വെക്ടറിനെ ട്രാൻസ്പോസ് ചെയ്യുന്ന ഇത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ്. ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ -4.30535. ഈ വാല്യൂവിനെ കൊണ്ട് ആ പർട്ടിക്കുലർ ഡാറ്റ സെറ്റ് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം. ദിസ് ഈസ് ദി പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്. ആദ്യത്തെ പ്രിൻസിപ്പൽ കോമ്പണൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് പ്രിൻസിപ്പൽ കോമ്പണൻറ്റ്. ഇതിനെ നമ്മൾ ഇതിൻ്റെ ഓരോ റോയിലെ ഓരോ ഫീച്ചർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻ്റ് എന്താണ്? -4.30535 ആണ് കിട്ടുന്നത്. ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ അടുത്തതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.7361 ഇത്രയും കിട്ടുന്നു. ഇത് കിട്ടുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? വി വിൽ ഗെറ്റ് ഒരു 2/4 മെട്രിക്സിനെ നമ്മളൊരു 1/4 മെട്രിക്സ് ആയിട്ട് മാറ്റുന്നു. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 മെട്രിക്സ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എടുക്കുന്നുണ്ട്. നോക്കേണ്ട, x11 - x1 x2k - x2 മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ള ഓരോ എലിമെൻസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻസ് ഏതാണെന്ന് കിട്ടി. അപ്പോൾ ഈ പ്രിൻസിപ്പൽ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനെ ഓരോ ഡാറ്റ പോയിൻറ്റ്സിനെയും ഈ ലൈൻസിലോട്ട്, ഫസ്റ്റ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റിൻ്റെ ലൈൻസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് എ ജോമെട്രിക്കൽ മീനിങ് ഓഫ് ദിസ്. This is the case of this thing. പിന്നെ സെക്കൻഡ് പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് ഇതിനകത്ത് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് E2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓർത്തോഗണൽ ആയിട്ടാണ് വരുന്നത്. E2ൻ്റെ വാല്യൂസും നമുക്കിതുപോലെ എസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ഇതിനകത്ത് ഒരൊറ്റ ഡയമെൻഷൻ്റെ ഇത് മാത്രമാണ് എടുക്കുന്നത്. സോ ദിസ് ഈസ് ദാൻ എക്സാമ്പിൾ ഫോർ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ് ഫോർ എ സ്മോൾ 2/4 data set with the 2 features is reduced to 1 feature of 4 examples. So that's all regarding the principal component analysis. Okay, thank you. ഈ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, അതിൻ്റെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുക. ഐ തിങ്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. Try to watch these videos repeatedly until you get the full concept. Thank you all.